പുതിയൊരു വീഡിയോ കണ്ടാലോ? ഇന്നൊരു ഞായറാഴ്ചയാണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിതിൽ കാണിക്കുന്നത്. വീക്ക് ഡേയ്സിനേക്കാൾ എന്തോ ഒരു സമാധാനമാണ് സൺഡേ രാവിലെ എനിക്കിപ്പോൾ തോന്നാറുള്ളത്. സൺഡേ ആണെങ്കിലും റെസ്റ്റ് ഇല്ലാതെ ഒരുപാട് ജോലികളുണ്ടാകും. എങ്കിലും ഒരു സമാധാനത്തോടെയാണ് ഇന്ന് എനിക്ക് ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നത്. എന്നെയും എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ. രാവിലെ എണീറ്റ് കുറേ നേരം കട്ടിലിൽ തന്നെ ഇരുന്ന് ഇനിയൊന്ന് ഫ്രഷ് ആവാനായിട്ട് നോക്കിയാണ്. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട്. ടു ഡു ലിസ്റ്റ് എഴുതി അതിൽ പ്രയോറിറ്റി അനുസരിച്ച് ടിക്കിട്ട് ഞാൻ കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട്. സൺഡേ ആണെങ്കിലും ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷായിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാനൊന്ന് ഫ്രഷായി റെഡിയായിട്ട് നിൽക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇന്ന് ദോശയും സാമ്പാറുമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ദോശയും സാമ്പാറും ടി വിയൊക്കെ കണ്ട് പയ്യെ കഴിക്കുകയാണ്. ഞായറാഴ്ച ദിവസം എനിക്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് അത് ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നറായാലും നല്ല സമാധാനത്തോടെ എനിക്ക് കഴിക്കാൻ പറ്റുന്നത്. ഓഫീസിൽ പോകുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെ സ്പീഡായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. എനിക്കതൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ പോലും പറ്റാറില്ല. ഇന്ന് ഞാൻ ഫിലിമൊക്കെ കണ്ടുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫിലിമാണ് നിറം. അത് ടി വിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നോർമൽ ഡേയ്സിലൊന്നും ഞാൻ ടി വി കാണാറില്ല. ഈ വീക്കെൻഡ്സിൽ മാത്രമേ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ ടി വി കാണാറുള്ളൂ. ഒരുപാട് നേരം ടി വി കണ്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി അടുത്ത ലഞ്ചിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് ചെമ്മീനും കണവയായിരുന്നു. അപ്പം ചെമ്മീനും കണവയും ഞാൻ ക്ലീനാക്കി എടുക്കാനായിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം വലിയ ചെമ്മീനായിരുന്നു. അത് ഞാൻ ഇന്നലെ ഫ്രീസറിൽ വെച്ച് നല്ല ഐസായിട്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഐസൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. സൺഡേയ്സിൽ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ മീൽ പ്രിപ്പറേഷൻ ചെയ്തും ബാക്കി എല്ലാ കാര്യങ്ങളും ഒന്ന് ഒതുക്കി വെക്കാറുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് അടുത്ത ആഴ്ചയാകുമ്പോഴത്തേക്ക് കുറച്ച് റെസ്റ്റ് കിട്ടും. മീൻ കഴിച്ചിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അപ്പം കണവ ഇന്നത്തേക്ക് എടുക്കുന്നില്ല. കൊഞ്ച് ഞാൻ ഇന്നടുത്തേക്ക് കറി വെക്കാനായിട്ട് എടുക്കുന്നുണ്ട്. കണവയും കൊഞ്ചും ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. എല്ലാ സൺഡേയ്സിലും രാവിലെ തൊട്ട് രാത്രി വരെ നമുക്ക് ജോലിയായിരിക്കും. ഒന്ന് റെസ്റ്റ് എടുക്കാനോ ഒന്ന് സെൽഫ് കെയർ ചെയ്യാനോ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാനോ എനിക്ക് സമയം കിട്ടാറില്ല. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഞാൻ രാവിലെ തന്നെ ജോലി തുടങ്ങിയിരിക്കുന്നത്. എനിക്ക് പോയതിന് ശേഷമാണ് ഞാൻ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് തുടങ്ങിയത്. ആദ്യമൊക്കെ ഞാൻ പിറ്റേ ദിവസത്തേക്കുള്ളത് തലേ ദിവസം മാത്രമായിരുന്നു ചെയ്ത് വെച്ചിരുന്നത്, അരിയാനുള്ളതുമൊക്കെ. പക്ഷേ ഇപ്പോൾ ഞാൻ ഒരാഴ്ചത്തേക്കുള്ള മാക്സിമം കാര്യങ്ങൾ ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഇപ്പം പുതിയതായിട്ട് എടുത്തൊരു ബോക്സാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു മസാലയുടെ ബോക്സാണ്. ഇതിനകത്ത് ഞാൻ സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു ബോക്സ് മാത്രം എടുത്തിട്ട് എനിക്ക് കുക്ക് ചെയ്യാൻ നേരത്ത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ ദിവസവും കൊഞ്ച് തീയലും റോസ്റ്റും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്നൊന്നും വെറൈറ്റി ആയിട്ടൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് തക്കാളിയും മുരിങ്ങക്കായും ഒക്കെ ഇട്ട് തേങ്ങ വറുത്തരച്ച ഒരു മീൻകറി സ്റ്റൈലിൽ തന്നെയാണ് ഇന്ന് ഞാൻ കൊഞ്ച് റെഡിയാക്കിയിരിക്കുന്നത്. തീയലിനേക്കാളും നല്ല ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. ഫൈനലി ഇതാ ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഈ ഒരു ഒറ്റ കറി മതിയായിരിക്കും ചോറുണ്ണാനായിട്ട്. അപ്പോൾ ലഞ്ചെല്ലാം റെഡിയായി. ഞാൻ ലഞ്ചെല്ലാം കഴിക്കാനായിട്ട് ടേബിളിൽ കൊണ്ട് എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ചക്ക വേവിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു കൊഞ്ച് കറിയുടെ കൂടെ. തോരനും പുളിശ്ശേരിയും ചോറും എല്ലാം റെഡിയായി. പിന്നെ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും മധുരം കഴിക്കാൻ എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും. ഇന്നിപ്പോൾ പേരയ്ക്കയാണുള്ളത്. പേരയ്ക്ക എടുത്ത് കഴിക്കാനായിട്ട് എടുത്തു. വൈകുന്നേരം എനിക്കൊരു മീറ്റിങ്ങിന് പോകാനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ റെസ്റ്റ് എടുക്കാതെ വീടൊക്കെ ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം കൊണ്ട് ഷോക്കേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണമെന്ന് വിചാരിക്കുമായിരുന്നു. ഇന്ന് മോളുടെ ഹെൽപ്പോട് കൂടി ഷോക്കേസൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് ചെയ്യുമ്പോൾ ഞാൻ കുട്ടികളെയും കൂടി ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാരം കുറച്ച് കുറയുകയും ചെയ്യും. അവർക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റും കൂടെ വരും. കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിലെ പല പല ജോലികൾ അവരുടെ പ്രായത്തിനനുസരിച്ച് ചെയ്യിപ്പിക്കുന്നത് കുറച്ച് നല്ലതായിരിക്കും. ഷോക്കേസ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞാൻ ക്വിക്കായിട്ടൊന്ന് വീടൊക്കെ ഒന്ന് തൂത്തെടുത്തിട്ടുണ്ട്. ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് മീറ്റിങ്ങിന് പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. മീറ്റിങ്ങിന് പോകാനായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ആഴ്ചയിൽ 6 ദിവസം നമ്മൾ വീട്ടിലും ഓഫീസിലും മാറി മാറി ജോലി ചെയ്തിട്ട് വീക്കെൻഡ്സിലൊന്ന് പുറത്തോട്ട് പോകുമ്പോഴത്തേക്കൊന്ന് നല്ലൊരു റിലാക്സേഷൻ ആയിരിക്കും. ഞാൻ മാക്സിമം ഞാൻ പുറത്ത് എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും തന്നെ പോകാൻ നോക്കാറുണ്ട്. അമ്പലത്തിലോ എവിടെയെങ്കിലും ഞാൻ പോകാൻ നോക്കാറുണ്ട്. ഒരേ റുട്ടീൻ തന്നെ എന്നും ആയാൽ നമുക്കും ഒരു മടുപ്പാവും. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ദിവസം കുറച്ച് ടൈം 1-2 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഒന്ന് സന്തോഷമായിട്ടിരിക്കാൻ എന്തെങ്കിലും ചെയ്യാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിപ്പം പോകുന്ന വഴി ഒരു പാലത്തിലൂടെയാണ് പോകുന്നത്. 2 സൈഡും നല്ല മനോഹരമായിട്ടുള്ള
കായലാണ്. അത് എല്ലാവരും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ളൊരു കായലാണ്. 2 സൈഡും ഞാനതുകൊണ്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു അമ്പലവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു മീറ്റിങ്ങിനാണ് പോകുന്നത്. ഈ ഒരു അമ്പലത്തിൻ്റെ ഒരു കാര്യത്തിനായിട്ടാണ് പോകുന്നത്. അമ്പലത്തിലെ മീറ്റിങ്ങിനാണ് പോകുന്നത്. നമ്മൾ കുറേ ഫ്രണ്ട്സുണ്ട്. ഇപ്പോൾ ഫ്രണ്ട്സ് മാത്രമല്ല, അവരൊക്കെ നമ്മുടെ ഫാമിലി പോലെയാണ്. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പം നെക്സ്റ്റ് ഓണം സെലിബ്രേഷൻ്റെതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഒരു മീറ്റിങ്ങിനാണ് ഞങ്ങളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. മീറ്റിംഗ് തകൃതിയായിട്ട് നടക്കുകയാണ്. ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്. ഇവരൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടുമാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ ലൈഫിൽ വളരെയധികം നമുക്ക് ഒരു സന്തോഷം തരുന്നത്, വളരെ ഹാപ്പി ആയിട്ട് തോന്നുന്ന ഒരു കുറച്ച് ഫ്രണ്ട്സും കുറച്ച് കാര്യങ്ങളുമാണ്. മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. ഈ ഒരു അമ്പലമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മീറ്റിംഗാണ് പോയിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീടിനടുത്തുള്ള തന്നെ കടവൂർ അമ്പലമാണിത്. കടവൂർ അമ്പലത്തിലും കൂടെ ഒന്ന് തൊഴാമെന്ന് വിചാരിച്ചു. കുറേ നാളായി ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് മനസ്സിൽ ഭയങ്കരമായിട്ടൊരു സമാധാനവും ശാന്തതയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞാൻ അമ്പലത്തിലും ഒന്ന് പോകാൻ പറ്റി. അമ്പലത്തിലൊക്കെ പോകാൻ പറ്റുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അമ്പലത്തിൽ പോയി അവിടെ തൊഴുതു, അവിടെ വഴിപാടും കാര്യങ്ങളൊക്കെ നടത്തി. ഇന്ന് പിന്നെ ജോലിയെല്ലാം നേരത്തെ കഴിഞ്ഞുകൊണ്ട് കുറേ ടൈം ഉണ്ടായിരുന്നു. അപ്പം ജോലിയെല്ലാം കഴിയുകയാണെങ്കിൽ എനിക്ക് പുറത്തോട്ടൊക്കെ പോകാൻ ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു സമാധാനം കാണത്തില്ല. തിരിച്ച് വന്നാലും വീട്ടിൽ ജോലി ആയിരിക്കുമല്ലോ. അങ്ങനെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ കൊല്ലത്തെ വി പാർക്കാണ്. വി പാർക്ക് എന്ന് വെച്ചാൽ പാലത്തിൻ്റെ അടിയിലുള്ള പാർക്കാണ്. അതുവഴിയാണ് പാസ് ചെയ്തത്. പിന്നെ വന്നിരിക്കുന്നത് ബീച്ചിലാണ്. ടൈം ഉണ്ടായതുകൊണ്ടാണ് ബീച്ചിൽ പോകാൻ പറ്റിയത്. ബീച്ചിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവിടുത്തെ ഒരു ആംബിയൻസും അവിടുത്തെ കുറച്ച് ആളുകളുടെ ഇതും. സൺഡേ ആയതുകൊണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു. എങ്കിലും ആ തിരക്കിൻ്റെ ഇടയ്ക്ക് അവിടെ പോയി ഇരിക്കാനായിട്ട് ഭയങ്കര രസമാണ്. കൊല്ലം ബീച്ചാണ്, വളരെ അടുത്താണ് നമുക്ക്. മിക്കപ്പോഴും കുട്ടികളുമായിട്ടൊക്കെ പോകാറുണ്ട്. ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അവിടെ പോകാനായിട്ട് പറ്റിയത്. അപ്പോൾ ആ ഒരു സന്ധ്യ സമയത്ത് ആ ഒരു വൈബിൽ ബീച്ച് കാണാനും അവിടുത്തെ എല്ലാ ആളുകളും അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളാണ്. ബീച്ചാണോ പാർക്കാണോ പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ബീച്ച് തന്നെ ഫസ്റ്റ് പറയത്തുള്ളൂ. എനിക്ക് ബീച്ചിൽ പോയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് ബീച്ചിൽ പോയപ്പോഴത്തേക്ക് ഒരു ആനിമേഷൻ പോലത്തെ 2 സംഭവങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്നൊരു ചിമ്പാൻസിയും ഒന്നൊരു മുയൽക്കുട്ടനാണെന്ന് തോന്നുന്നു. എല്ലാവരും അതിൻ്റെ പുറകെയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അതിനെ കണ്ടപ്പോൾ ഇത്തിരി പേടിയായതുകൊണ്ട് ഞാൻ അടുത്തിട്ടൊന്ന് പോയി നിൽക്കാഞ്ഞത്. ചിമ്പാൻസിയുള്ള പേടി, മറ്റേ മുയൽക്കുട്ടനെ എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ബീച്ച് എന്ന് പറഞ്ഞാൽ മസ്റ്റായിട്ട് വേണ്ടുന്നൊരു സംഭവമാണല്ലോ ഐസ്ക്രീം. അങ്ങനെ ഞാനൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു. എൻ്റെ ഫേവറേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള കരിക്കിൻ്റെ ഐസ്ക്രീം വാങ്ങിച്ചു. പിന്നെ കുറച്ച് അവിടെ പോകുമ്പം മിസ് ചെയ്യാതെ വാങ്ങിക്കുന്നൊരു സംഭവമാണ് ഈ ഉപ്പിലിട്ടത്. എല്ലാ ബീച്ചിലും കാണുമല്ലോ. അങ്ങനെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പൈനാപ്പിളാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് പൈനാപ്പിൾ വാങ്ങിച്ചു. ബീച്ചിലൊക്കെ വല്ലപ്പോഴല്ലേ പോകത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഒരു രസമായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നത് നമ്മൾ നേരത്തെ പോയ ആ ഒരു പാലത്തിൽ കൂടെയാണ്. രാത്രി വരുമ്പോഴത്തേക്ക് നല്ലൊരു വൈബാണ്, നല്ല ലൈറ്റിങ്ങും ഒക്കെ ഉണ്ട്. വരുന്ന വഴിക്കാണ് നമ്മുടെ കടവൂർ പള്ളി എന്ന് വെച്ചാൽ അത് ഡേ ടൈം ആയാലും നൈറ്റ് ടൈം ആയാലും കാണാൻ നല്ല ഭംഗിയുള്ളൊരു പള്ളിയാണ്. ഇതിനു മുന്നേ ഇതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് കാണാൻ. അവിടെ ശരിക്കും നല്ല ഒരുപാട് ആളുകൾ വരുന്ന പള്ളിയാണ്. നമ്മുടെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ളൊരു പള്ളിയാണ്. പറ്റുമ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ പോവാറുമുണ്ട് അവിടെ. പിന്നെ നമ്മൾ വന്നിട്ട് വീക്കെൻഡിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു അടുത്ത ആഴ്ചത്തേക്കുള്ളത്. അത് മേടിക്കാനായിട്ട് വീടിനടുത്ത് തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് വന്നിട്ടുള്ളത്. കുറച്ച് സാധനങ്ങളാണ് മേടിക്കുള്ളത്. ഗ്രോസറീസ് ഞാൻ മന്ത്ലി പർച്ചേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ വീക്ക്ലി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും തീർന്ന സാധനങ്ങളൊക്കെയാണ് ഞാൻ വീക്ക്ലി പർച്ചേസ് ചെയ്യുന്നത്. എന്ന് വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത ആഴ്ച ഇത് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞാൻ സൺഡേ തന്നെ ഇത് മേടിക്കാറുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. അവരുടെ സ്നാക്സും അവർക്കുള്ള ചോക്കോസ്, കോൺഫ്ലെക്സ് അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളാണ് കൂടുതലും വാങ്ങിച്ചിട്ടുള്ളത്. സാധനങ്ങളൊക്കെ വീട്ടിൽ വന്നാലും ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ബില്ലൊക്കെ ആയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ടോ എന്നൊക്കെ. കണ്ടില്ലേ, ഗ്രോസറീസ് വളരെ കുറവാണ്. കുട്ടികളുടെ ഐറ്റംസാണ് കൂടുതലുള്ളത്. അവർക്കാണല്ലോ മെയിനായിട്ട് സാധനങ്ങൾ വേണ്ടത്. അങ്ങനെ ഞാനതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം വന്നിട്ടുണ്ടോ എന്ന് നോക്കി. പിന്നെ എല്ലാം സെപ്പറേറ്റ് ബോക്സിലാക്കി വെച്ചു. ഇന്ന് പുതിയതായിട്ട് എടുത്തൊരു ഐറ്റമാണ് ഇത്. പിസ്താഷ്യൂവിൻ്റെ എന്തൊരു സംഭവമാണ്. ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കിയതാണ്. പക്ഷേ കൊള്ളായിരുന്നു, നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം കഴിക്കുന്നത്. പിന്നെ രാവിലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മീൽ പ്രിപ്പിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഫ്രീസറിൽ ഞാൻ ചക്ക, മാങ്ങ, കോവയ്ക്ക അതൊക്കെ കൂടുതലായിട്ട് കിട്ടിയപ്പം ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതൊക്കെ കുറേ നാളത്തേക്ക് ഫ്രീസായിട്ട് തന്നെ ഇരുന്നോളും. ഇത് രാവിലെ നമ്മൾ വാങ്ങിച്ച കണവയാണ്. ഞാനത് ഫ്രീസ് ചെയ്ത് വെച്ചേക്കുവാണ്, നാളത്തേക്കോ മറ്റന്നാളത്തേക്കോ എപ്പോഴെങ്കിലും എടുക്കാനായിട്ട്. ബാക്കി പാല് സംഭവങ്ങളെല്ലാം ഇന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത ആഴ്ചത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ എല്ലാം അരിഞ്ഞ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ചെയ്യാനുള്ളത് സാധനങ്ങളെല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. അത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ആഴ്ച വളരെ ഈസി ആയിട്ട് പോവുകയും ചെയ്യും.
ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കിടക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്തു, പുതപ്പൊക്കെ എടുത്ത് വെച്ചു. അതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് എപ്പോഴാണ് ഉറക്കം വരുന്നത് അല്ലെങ്കിൽ ക്ഷീണം വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കിടക്കാം. അല്ലെങ്കിൽ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുമ്പോഴത്തേക്ക് നമുക്കിതൊക്കെ റെഡി ആക്കിയിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അതെല്ലാം റെഡിയാക്കി. എനിക്ക് റൂമൊക്കെ എപ്പോഴും ക്ലീനായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ലെങ്കിൽ എനിക്ക് എന്തോ പോലെയാണ്. ക്ലീനായിട്ടിരുന്നാൽ നമുക്ക് നല്ല സന്തോഷമായിട്ടും ടെൻഷൻ ഇല്ലാതെ കിടക്കാൻ പറ്റും, ഇരിക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി റെസ്റ്റ് എടുത്ത് ഉറങ്ങാനായിട്ട് പോവുകയാണ്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും ചെയ്യണം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.